നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 6 സീറ്റുകളിൽ ഇടതുമുന്നണിയുടെ വിജയം ഉറപ്പെന്ന് വിലയിരുത്തിക്കൊണ്ടാണ് CPM നിൽക്കുന്നത്. മനക്കോട്ട അത് കെട്ടുന്നതിനൊന്നും ആർക്കും ഒരു തടസ്സവും ഇല്ലല്ലോ. അതിനൊന്നും ടാക്സ് കൊടുക്കുകയും വേണ്ട. 4 സീറ്റിൽ 50% ജയസാധ്യതയുണ്ടെന്നും ബൂത്ത് തലത്തിൽ സമാഹരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി കണക്ക് കൂട്ടുന്നുണ്ട്. ആറ്റിങ്ങൽ, ആലത്തൂർ, പത്തനംതിട്ട, കാസർഗോഡ്, കണ്ണൂർ, വടകര സീറ്റുകളാണ് CPM ഉറപ്പിക്കുന്നത്. ഇതിൽ ഈ വടകര ഏത് തരത്തിലാണ് ഉറപ്പിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത്. കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ, കൊല്ലം, മാവേലിക്കര, ചാലക്കുടി മണ്ഡലങ്ങളിലാണ് 50-50 സാധ്യത. ഇതിൽ കൊല്ലത്തൊരിക്കലും ഒരു സാധ്യതയുമില്ല. CPMൻ്റെ വേറെ ഏതെങ്കിലും ഒരു പ്രമുഖനാ നിന്നിരുന്നെങ്കിൽ നമുക്കൊരു 50-50 സാധ്യത പറയാം. ഇത് പ്രേമേന്ദ്രനെതിരെ മത്സരിക്കുന്നത് മുകേഷ് എന്ന് പറയുന്ന ആ MLA ആയിട്ടിരുന്നിട്ട് പോലും കൊല്ലത്തിന് ഗുണമുണ്ടാക്കാത്ത ഒരാളാണ്. അപ്പോൾ എന്തായാലും NK പ്രേമേന്ദ്രൻ ഏതാണ്ട് 2019 1,38,000 ഭൂരിപക്ഷം ഇക്കുറി ഏതാണ്ട് 1,60,000 മുകളിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഉറപ്പ്. 2019 LDFൻ്റെ ഒരേ ഒരു സിറ്റിംഗ് സീറ്റായ ആലപ്പുഴയിൽ ഇത്തവണ CPM പ്രതീക്ഷ അർപ്പിക്കുന്നില്ല. അപ്പോൾ കനൽ കെട്ടുപോകും. കോൺഗ്രസിനായി KC വേണുഗോപാലും BJPക്കായി ശോഭാ സുരേന്ദ്രനും കളം നിറഞ്ഞതാണ് ആരിഫിൻ്റെ സാധ്യത അടച്ചതെന്നാണ് വിലയിരുത്തൽ. കണ്ണൂർ, വടകര, ആലത്തൂർ, ആറ്റിങ്ങൽ, കാസർഗോഡ്, പത്തനംതിട്ട മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ ഇടതുമുന്നണിക്കൊപ്പം നിന്നെന്ന് CPM വിലയിരുത്തുന്നു. കോഴിക്കോട് 50% പ്രതീക്ഷ അർപ്പിക്കുന്നത് ന്യൂനപക്ഷ പിന്തുണയിൽ കണ്ണുനട്ടാണ്. ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരം UDF സ്ഥാനാർത്ഥി തരൂർ നിലനിർത്തുമെന്നാണ് CPMൻ്റെ വിലയിരുത്തൽ. ത്രികോണ മത്സരത്തിൽ ഇടത് സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രൻ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാൻ ഇടയില്ലെന്ന് കണക്കുകൂട്ടുന്നു. അത് CPIക്കാരെ ഒന്ന് തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. കാരണം CPIക്ക് വേണ്ടി ഒരു സഹായവും ഈ CPM ചെയ്തു കൊടുത്തിട്ടില്ല. ഇവർ മുഴുവൻ ആറ്റിങ്ങൽ മണ്ഡലത്തിലായിരുന്നു. 20ൽ 10 UDFന് വ്യക്തമായ മേധാവിത്വമുണ്ട് എന്ന് CPM സമ്മതിക്കുന്നു. കൊല്ലത്തും കാസർഗോഡും പാലക്കാടും പോരാട്ടം ശക്തമായിരുന്നു. കോഴിക്കോട് അട്ടിമറി സാധ്യതയുണ്ട്. 4 ശക്തരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയത് ഗുണം ചെയ്യുക എന്ന് CPM കരുതുന്നു. ആലപ്പുഴയിൽ തോറ്റാൽ സംഘടനാ തലത്തിൽ തലകളി ചിലപ്പോൾ ഉരുളും. ജില്ലയിൽ വിഭാഗീയത ശക്തമാണ്. തൃശ്ശൂരിൽ മുന്നണിയുടെ പ്രവർത്തന മികവ് VS സുനിൽകുമാറിന് തുണയാകും. പത്തനംതിട്ടയിൽ ഇടതു വോട്ടുകളിൽ ചോർച്ചയില്ല എന്നിവർ മനസ്സിലാക്കുന്നു. ത്രികോണ മത്സരത്തിൻ്റെ ആനുകൂല്യം തോമസ് ഐസക്കിനാകിൽ ലഭിക്കുക. ആലത്തൂരിൽ മന്ത്രി രാധാകൃഷ്ണൻ്റെ പ്രതിച്ഛായ തുണയായി. വടകരയിലും കണ്ണൂരിലും സംഘടനാ മികവിലാണ് പ്രതീക്ഷ. കേരളത്തിൽ ഇക്കുറി രാഹുൽ തരംഗമില്ലെന്നാണ് CPM വിലയിരുത്തുന്നത്.